പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മുസ്ലിം ഉമ്മത്ത് അശ്രദ്ധയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇബാദത്തുകളിലും നന്മകളിലുമൊക്കെ ഒരുപാട് അശ്രദ്ധ വന്നു ചേരുന്ന സമയങ്ങളാണിത്. എന്നാൽ പരിശുദ്ധ റമളാനിനെ പോലെ തന്നെ നന്മകളും പ്രതിഫലങ്ങളും കൊയ്തെടുക്കാൻ പറ്റാവുന്ന ദിനങ്ങളിലൂടെയാണ് മുസ്ലിം സമൂഹം കടന്നു പോകുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം നന്മകൾ വാരിക്കൂട്ടാൻ അനുഗ്രഹീതമായ ദിനങ്ങളാണ്. വിശുദ്ധ ഖുർആൻ ഈ ദിനങ്ങളെക്കുറിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, വൽ ഫജ്ർ, പുലരി തന്നെയാണ് സത്യം, വ ലയാലിൻ അശ്ർ, 10 രാവുകൾ തന്നെയാണ് സത്യം. ആ 10 രാവുകൾ പിടിച്ച് സത്യം ചെയ്തതിനെക്കുറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ്. ആ 10 ദിവസത്തെ അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുകയാണ്. അതിൻ്റെ നന്മയും അതിൻ്റെ മേന്മയും മഹത്വവും ഉൾക്കൊള്ളാൻ അള്ളാഹു ആ ദിനങ്ങളെ സത്യം ചെയ്തു എന്നുള്ളത് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം ചിന്തിക്കാൻ വക നൽകുന്നതാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത് പരിശുദ്ധ റമളാനിലാണെങ്കിൽ വിശുദ്ധ ഖുർആന്റെ സമാപനം കുറിച്ച ദിനമാണ് ദുൽഹിജ്ജ മാസത്തിലെ അവസാനത്തെ രാവുകൾ, പ്രത്യേകിച്ച് യൗമ അറഫ. അപ്പോൾ ഖുർആന്റെ തുടക്കം കുറിച്ചത് റമളാനിലാണെങ്കിൽ അതിൻ്റെ അവസാനം കുറിക്കുന്നത് പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ അറഫ ദിവസത്തിലാണ്. അറഫ ദിവസത്തിലെ അള്ളാഹു നമ്മുടെ ദീൻ നമുക്ക് പൂർത്തീകരിക്കുകയും അനുഗ്രഹമായി നമുക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്ത ഈ ആയത്തിനെ സംബന്ധിച്ച്, അഥവാ സൂറത്തുൽ മാഇദയിലെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ്, ഇനിയൊന്നും അതിൽ കൂട്ടേണ്ടതില്ല, അതിൽ നിന്നും ഒന്നും എടുക്കേണ്ടതുമില്ല, ആ വിധം അള്ളാഹു പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ ആയത്ത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി, ദീനാകുന്ന എൻ്റെ അനുഗ്രഹം പൂർണ്ണമായും നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം ദീനിനെ ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അള്ളാഹു തൃപ്തിപ്പെട്ട് നമുക്ക് തന്ന മതമാണ് ഇസ്ലാം. ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് യൗമ അറഫ ദിവസമാണ്, ദുൽഹിജ്ജ മാസത്തിലെ യൗമ അറഫ ദിവസം. ഈ ആയത്തിറങ്ങിയതിന് ശേഷം ഒരിക്കൽ ഒരു ജൂതൻ മഹാനായ ഉമർ അള്ളാഹുവിനെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായ ഖലീഫ ഉമർ അള്ളാഹുവിനെ വിളിക്കുകയാണ്. യാ അമീർ അൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും, നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഒരായത്തുണ്ട്, തഖ്റഊനഹ, ആ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൗ അന്ന അലൈന മഅ്ശറൽ യഹൂദ് നസ്രത്ത്, ജൂത സമൂഹത്തിനാണ് ആ ആയത്തിറങ്ങുന്നതെങ്കിൽ ലത്തഹ്ന ദാലിക്കൽ യൗമ ഈദ, ആ ദിവസത്തെ നമ്മൾ ആഘോഷമായി ആഘോഷിക്കുമായിരുന്നു. ആ ആയത്ത് അവതരിപ്പിച്ചതിന് ഞങ്ങൾ ജൂതസമൂഹം എന്ത് ചെയ്യുമായിരുന്നു? ആഘോഷമായി പരിഗണിക്കുമായിരുന്നു. ഫക്കാല ഉമർ, അപ്പോൾ ഉമർ അള്ളാഹു ചോദിച്ചു, ആയ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആയത്ത് ഏതാണെന്ന് ചോദിച്ചു. അപ്പം ജൂതൻ പറഞ്ഞു, ഖൗലുല്ലാഹി തആല, അല്ലാഹു തആലയുടെ വചനമാണ്. ഏത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ആ ആയത്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ജൂതൻ ഉമർ അള്ളാഹിനോട് പറഞ്ഞു. ഫഖാല ഉമർ, അപ്പോൾ ഉമർ അള്ളാഹു പറഞ്ഞു, ഖദ് അറഫ്നാ ദാലിക്കൽ യൗം, ആ ദിവസത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. വൽ മക്കാനുല്ലദീ നസലത്ത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങിയ സ്ഥലവും ഞങ്ങൾക്കറിയാം. അതെപ്പോഴാണ്? വഹുവ ഖായിമുൻ ബി അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുകയാണ്. യൗമു ജുമഅ, ഒരു വെള്ളിയാഴ്ച ദിവസം. ഒരു വെള്ളിയാഴ്ച ദിവസം അറഫ, ഹജ്ജിൻ്റെ വേളയിൽ അറഫ ദിനത്തിൽ നബി നിൽക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവതരിച്ചത്. ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ദിവസത്തിൻ്റെ പ്രാധാന്യമാണ്. ജൂതന്മാർ പോലും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടവരാണ്. പക്ഷെ മുസ്ലിങ്ങളായ അമ്മക്കറിയില്ല ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളുടെ പ്രാധാന്യം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഇദാ ദഖല, സഹാബ കിറാമുകളുടെ ജീവിതം പരിശോധിച്ചാൽ മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു പറയുന്നു,
ഇദാ ദഖലർ അയ്യാമുൽ അഷർ, ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം കടന്നു വന്നാൽ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ, വളരെ കഠിനമായ പ്രയത്നം നടത്തുമായിരുന്നു. റമളാനിലെ ലൈലത്തുൽ ഖദറിലൊക്കെ നിർവഹിക്കുന്ന പോലെയുള്ള പ്രയത്നം ഇബാദത്തുകളിലും ഖുർആൻ പാരായണത്തിലും സദക്കകളിലും അതുപോലെ തസ്ബീഹും തഹ്ലീലും തക്ബീറും എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ നന്മകളിലും പങ്കെടുക്കുമായിരുന്നു. അല്ലാതെ അശ്രദ്ധമായി തള്ളുന്ന ദിവസങ്ങളല്ലത്. വളരെ പ്രാധാന്യപൂർവ്വം അള്ളാഹുവിലേക്ക് അടുക്കാനും നമ്മളുടെ ഒരുപാട് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാനും കഴിഞ്ഞുപോയ ഇന്നലകളിലെയും ഇനി വരാനിരിക്കുന്ന പാപങ്ങളെയും ഒക്കെ പോലും അള്ളാഹു പുറത്തു തരാൻ പറ്റാവുന്ന ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുന്ന സുദിനങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യ 10 സുദിനങ്ങൾ. ഒരു ലൈഫായ ഹദീസാണെങ്കിലും ഒരുപാട് ഹദീസുകൾ അതിൻ്റെ പിൻബലത്തിൽ വന്നതുകൊണ്ടും ദുൽഹിജ്ജ 1 മുതൽ 9 ദിവസങ്ങളിൽ 9ാമത്തെ ദിവസം അറഫ നോമ്പ് കൃത്യമായും സഹിഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. 9 നോമ്പ് നോൽക്കുന്നവർക്ക് നോൽക്കാമെന്ന് പറയുന്ന വലിയ പ്രബലമല്ലാത്തൊരു ഹദീസുണ്ട്. എന്തായിരുന്നാലും നോമ്പ് എല്ലാം ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മഹാനായ ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞു, ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങൾ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, 5 സ്തംഭങ്ങളിലാണ് ഇസ്ലാം ഉണ്ടാക്കിയത്. അതായത് ഇസ്ലാം കാര്യം അല്ലെ 5 നമസ്കാരം, ഷഹാദത്ത്, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, എല്ലാം ഉൾക്കൊള്ളുന്ന 10 ദിവസം. അത് ഏത് ഇസ്ലാമിൻ്റെ എല്ലാ 5 സ്തംഭങ്ങളും ഉൾക്കൊള്ളുന്ന ദിവസങ്ങളാണ് ഇത്. എന്താ കാരണം? അതിൽ ബലിയുണ്ട്, ദാനാർമ്മുണ്ട് അല്ലേ, സക്കാത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്, സദക്ക നമ്മൾ നിർവഹിക്കുന്നുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ഹജ്ജുണ്ട്. ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന സുദിനങ്ങളാണ് ഈ സുദിനങ്ങൾ. അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ ആ സുദിനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് അഹല്ല ഹിലാല ദുൽഹിജ്ജ മാസപ്പിറവി നിങ്ങൾ കണ്ടാൽ, അതായത് 1 ദുൽഹിജ്ജ 1, അതിപ്പം നാളെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? 1 നാളെയാണ്. അങ്ങനെ വന്നാൽ റസൂലുള്ള പറയാണ്, ഈ സുദിനങ്ങളിലെ നന്മകളിൽ 1 ഇതാ അഹല്ല ഹിലാല ദുൽഹിജ്ജ വഅറാദ അഹദുക്കും അൻ യുളഹിയ, നിങ്ങൾ ആരെങ്കിലും ഉളുഹിയത്തറുക്കാൻ നിയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇനി ഫലാ യഖുദന്ന മിൻ ശഅരിഹി, മുടി മുറിക്കാൻ പാടില്ല. നിയത്ത് വെച്ചോല് മുടി മുറിക്കാൻ പാടില്ല. വലാ മിൻ അൽഫാരിഹി ഷൈഅ, അവൻ്റെ നഖങ്ങളും മുറിക്കാൻ പാടില്ല. ഹത്താ യുളഹിയ, ബലി അറുക്കുന്നത് വരെ, അറുത്തതിന് ശേഷം മുടി മുറിക്കാൻ നഖം മുറിക്കാനൊക്കെ പാടുള്ളൂ. അത് അതിൻ്റെ ആദാബാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അമില ഇബ്നു ആദം അമലൻ അഹബ്ബ ഇലല്ലാഹി യൗമുൻ നഹർ മിൻ ഇറാഖത്തിദ്ദം, ബലികർമ്മത്തേക്കാൾ അള്ളാഹുവിന് ബലി ദിവസം ഇഷ്ടപ്പെട്ട കർമ്മം വേറെയില്ല. ആദമിൻ്റെ മക്കൾ നിർവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനങ്ങളിലൊന്ന് ബലിമൃഗത്തെ അറുക്കലാണ്. അതെന്തുകൊണ്ടാ? അവിടെയും പല സമൂഹത്തിലും അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക്കൻ, എല്ലാ സമൂഹത്തിലും നാം ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ സമൂഹത്തിലും. ആർക്ക്? അള്ളാഹുവിന് വേണ്ടി. ലിയദ്കുറു ഇസ്മല്ലാഹി അല്ല, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട്, അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന മൃഗങ്ങളെ അറുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുക്കാനും, അതോടൊപ്പം തന്നെ ഒരാരാധനാ കർമ്മം എന്നുള്ളതൊക്കെ അള്ളാഹു മുസ്ലിങ്ങൾക്കും നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞെന്താ? ഫലഹു അസ്ലിമു, നിങ്ങൾ അവന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണം. വബശ്ശിരിൽ മുഖ്ബിത്തീൻ, വിനയാന്യതരായി ജീവിക്കുന്ന വിശ്വാസികൾക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, ലോകത്തുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും അള്ളാഹുവിന് മാത്രം അർപ്പിക്കപ്പെടേണ്ടുന്ന ബലികർമ്മങ്ങളുണ്ട്. പക്ഷേ മുസ്ലിങ്ങളല്ലാത്ത മഹാഭൂരിപക്ഷം ആളുകളും അള്ളാഹു അല്ലാത്തവരുടെ പേരിലാണ് ബലികർമ്മം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ബിഗൈരില്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലി നിർവഹിക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. പല ആളുകളും മൊഹിദ്ദീൻ ഷേഖിൻ്റെ പേരിൽ, മമ്പർത്തങ്ങളുടെ പേരിൽ, കുണ്ടോട്ടങ്ങളുടെ പേരിൽ, അജ്മീർ ലഹോജൻ്റെ പേരിൽ, നാഗൂർ ലഹോജൻ്റെ പേരിലൊക്കെ ബലി നിർവഹിക്കാറുണ്ട് അവരുടെയൊക്കെ നാമത്തിൽ.
കാന മുർത്തദ്ദൻ, ഓന് മുർത്തദ്ദാവും, ഇസ്ലാമെന്ന് പുറത്തു പോകും. മൻ ദബഹലി ഗൈരില്ല സാറ മുർത്തദ്ദാണ്, ഇസ്ലാമിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എത്രയോ ആളുകളുണ്ട് അങ്ങനെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ളൊരു അമലാണ്. അത് അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ 10 ദിവസത്തിൻ്റെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 10 ദിവസങ്ങളിൽ അവസാനത്തെ ദിവസങ്ങളിൽ 10ാമത്തെ ദിവസം വരുന്ന യൗമു അറഫ ദിവസം, യൗമു അറഫ ദിവസം നോമ്പുമുണ്ട്, അതൊക്കെ അറിയാലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, ഈ ബലികർമ്മം എന്തിനാണ്, അതിൻ്റെ പ്രതിഫലം എന്താണ്? റസൂലുള്ളാഹിനോട് ചോദിച്ചു. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹാദിഹിൽ അലാഹി, ഈ ഉലുഹിയത്ത് കർമ്മം എന്തിനാണ് യാ റസൂലല്ലാഹ്? അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? ഫഖാല, നബി പറഞ്ഞു, സുന്നത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യയാണ് ബലികർമ്മം. അത് അള്ളാഹു നിങ്ങൾക്കും സുന്നത്താക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് വുജൂബാണോ? അല്ല, സുന്നത്ത് മുഅക്കദാണ്, ശക്തിമത്തായ സുന്നത്താണ് ബലികർമ്മം. അത് നമുക്ക് ഒരാൾക്കർക്കാം, 7 പേർ ഷെയർ ചേർന്നർക്കാം. അത് പശുവിനെയും മാടുകളെയും മാത്രമേ 7 പേർക്ക് ചേരാൻ പാടുള്ളൂ. 7 വരെ പാടുള്ളൂ. ഒരാൾക്കാവാം, 2 ആൾക്കാവാം, 3 ആൾക്കാവാം, 4 ആൾക്കാകാം, 5 ആൾക്കാകാം, 6 ആൾക്കാകാം, 7 ആൾക്കാകാം. ഇനി 8 ആവാൻ പാടില്ല. മാടുകളെ ഷെയർ ഇട്ടറക്കുമ്പോൾ 8ാമത്തെ ഷെയർ ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് താവോട്ട് പോരാം കേട്ടോ. ആടാണെങ്കിലോ അതൊരു വ്യക്തിക്ക് ഇറക്കാം, ഒരു കുടുംബത്തിന് വേണ്ടി ഇറക്കാം. ഒരു കുടുംബത്തിന് വേണ്ടി ഗൃഹനാഥൻക്ക് ഒരാടിനെ ഇറക്കാം. ഇതിന് പ്രായവുമുണ്ട്. നമുക്ക് നോക്കാം. റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്താണ് റസൂൽ ഇതിൻ്റെ പ്രത്യേകത? ഫമാ ലനാ മിൻഹ, ഞങ്ങൾക്ക് ഉലൂഹിയത്ത് അറുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് സഹാബത്ത് ചോദിച്ചു. കാല, നബി പറഞ്ഞു, ബികുല്ലി ഷഅറത്തിൻ ഹസന, ആ ബലിമൃഗത്തിൻ്റെ ഓരോ രോമങ്ങളുടെയും എണ്ണത്തിനനുസരിച്ച് അള്ളാഹുവിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവും. അങ്ങനെ ബലി അങ്ങോട്ട് വെറുതെ അറുക്കല്ല, അതിൻ്റെ ഓരോ രോമങ്ങളും എണ്ണി നോക്കിയാൽ എത്രയുണ്ടാകുമോ അത്രയും നന്മകൾ വാരിക്കൂട്ടാൻ പറ്റാവുന്ന പ്രവർത്തനമാണത് കേട്ടോ. ഇനി സൗകര്യമുണ്ട്, സാമ്പത്തിക ശേഷി ഉണ്ട്, എന്നാലും ഞാനത് അറുക്കൂല എന്ന് നമ്മൾ വിചാരിച്ചാൽ റസൂലുള്ളാഹി പറയാണ്, മൻകാൻ ലഹു സാത്ത് ഫലം യുലഹി, സൗകര്യവും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും ഒരാൾ ഉലുഹിയത്ത് അറുത്തിട്ടില്ലെങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന, അവൻ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല. ഇത് വരണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, അതിൻ്റെ ഗൗരവം ഉണർത്താൻ വേണ്ടിയാണ്. അല്ലാണ്ട് ഇനിയിപ്പോൾ ഒരാൾ ബലികർമ്മം, വുജൂബല്ലാത്തൊരു ബലികർമ്മം നിർവഹിക്കാത്തതിൻ്റെ പേരിൽ എന്ത് വേണ്ട, പെരുന്നാൾ നമസ്കാരത്തിന് വരണ്ടെന്ന് പറഞ്ഞാൽ ഗൗരവം ഉണർത്താൻ വേണ്ടിയാണ്, അല്ലാണ്ട് വരണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താ, കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട കർമ്മമാണ് അത് എന്നർത്ഥം കേട്ടോ. അത് ഇനി അറുക്കുമ്പോഴോ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. അതെന്താ? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ബഹു അൽ മുസിന്ന, പ്രായപൂർത്തി എത്താത്ത മൃഗങ്ങളെ ബലിയറുക്കരുത്. എന്താ? സിന്നുൽ കാമിൽ ഉണ്ടാവണം, പൂർണ്ണമായ പ്രായപൂർത്തി ഉണ്ടാവണം. അതെന്താ? അത് ഒട്ടകങ്ങളാണെങ്കിൽ, ആട് ഒട്ടകങ്ങളാണെങ്കിൽ പിന്നെ 2 വയസ്സും, നേരെ മറിച്ച് ആടാണെങ്കിൽ 1 വയസ്സും മതി. മാടുകൾക്ക് 2 വയസ്സ് വേണം, ആടുകൾക്ക് 1 വയസ്സ് മതി കേട്ടോ. 7 പേര് ഷെയറിട്ട ചെയ്യാന്ന് പറഞ്ഞല്ലോ. അതിനെന്താ തെളിവ്? മഹാനായ ജാബിർ റളിയല്ലാഹു പറയാണ്, നഹർനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹുദൈബിയ, ഹുദൈബിയയിൽ വെച്ച് ഞങ്ങൾ നബിയോടൊപ്പം ബലിയറുത്തു. എന്ത്? അൽബുദ്ന, ഒട്ടകത്തെ. അൻസബത്തിന് 7 പേർ കൂടിയിട്ട്. വൽ ബക്കറത്ത, പശുവിനെ അറുത്തു. അൻസബത്തിന് 7 ആൾ കൂടിയിട്ട് കേട്ടോ. എന്നാലോ ആടിനാണെങ്കിൽ കുടുംബത്തിന് വേണ്ടി ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യാണ്, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാബി കബിഷിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആടിനെ വാങ്ങിച്ചുകൊണ്ടുവന്നു. എന്തിന്? ലി യുലഹിയ ബിഹി, അദ്ദേഹത്തിന് ഉലുഹിയത്ത് അറുക്കാൻ. ഫഅൽജാഹു, അതിനെ കിടത്തി. സുമ്മ ദബഹു, പിന്നെ നബി അതിനെ അറുത്തു. കാല, അത് അറുക്കുമ്പോൾ പറഞ്ഞു, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ, വല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ, ഇതേ പറയാനുള്ളൂ. പക്ഷെ ചില ആളുകൾ ഇനി ഇതിനെന്തെങ്കിലും വേറെന്തോ ഉണ്ട് വിചാരിച്ചിട്ടേ അതിന് പുരോഹിതന്മാരെ കൊണ്ടുവരും അറുക്കാൻ. അതിൻ്റെ ആവശ്യമില്ല. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ. ഇനി നബി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ, മുഹമ്മദ് നബിയിൽ നിന്ന് അള്ളാഹുവെ ഈ കർമ്മം നീ സ്വീകരിക്കണമേ. വ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിൻ്റെ കുടുംബത്തിൽ നിന്നും. അപ്പം മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും മുഹമ്മദ് നബിക്കും വേണ്ടിയാണ് ഈ ഒരാടിനെ നബി അറുത്തത്. അപ്പോൾ
നബി എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മുഹമ്മദ് നബിൻ്റെ കുടുംബത്തിനാണോ? അപ്പം ഞാനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ തഖബ്ബൽ മിൻ അബ്ദുൽ ലത്തീഫിൻ വ ആലി അബ്ദുൽ ലത്തീഫിൻ. തീർന്നില്ലേ? നിങ്ങളാണ് പറയുന്നതെങ്കിൽ ഇതുപോലെ തന്നെ പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇത്രയും പ്രാർത്ഥിക്കാണല്ലോ അള്ളാഹുവെ സ്വീകരിക്കും. ഇനിയിപ്പോൾ അറബിയിൽ അത് പറയാൻ കിട്ടില്ലല്ലോ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അള്ളാഹുവെ എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും ഈ ബലികർമ്മം നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇനിയോ ഇത് നമ്മൾ എന്ത് ചെയ്യണം? കുലു, നമ്മൾ സ്വയം ഭക്ഷിക്കണം, കുറച്ചെങ്കിലും നമ്മൾ ഭക്ഷിക്കണം. തസദ്ദഖു, ധർമ്മം കൊടുക്കണം. ധർമ്മം കൊടുത്തിട്ടും ബാക്കിയുണ്ടെങ്കിലോ വദ്ദഹിറു, സൂക്ഷിച്ചു വെക്കാം കേട്ടോ. ബലി മൃഗത്തിൻ്റെ മാംസം നമ്മൾ ഭക്ഷിക്കണം, നമ്മൾ ധർമ്മം കൊടുക്കണം. അതോടൊപ്പം നമുക്ക് ഇനിയും ധർമ്മം കൊടുത്തിട്ടും ബാക്കിയുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കാം. വദ്ദഹിറു, നബിയുടെ ഒക്കെ കാലത്ത് ഉണക്കി സൂക്ഷിക്കലായിരുന്നു. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് വേറെ സംവിധാനങ്ങളുണ്ട്. ഏതായിരുന്നാലും ഇതൊക്കെ പുണ്യകരമായ പ്രവർത്തനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് അള്ളാഹുവിൻ്റെ ദീനിലെ അശ്രദ്ധ, ഈ പ്രത്യേകിച്ച് ഈ സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നതിലും ദിക്റുകൾ നിർവഹിക്കുന്നതിലുമൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞല്ലോ, അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത തഫ്സീറിൽ കാണാം, മാമിൻ അയ്യാമിൻ അമൽ അൽ അമലു സാലിഹു ഫിഹാ, അമലു സാലിഹാത്ത് ചെയ്യാൻ പറ്റിയ ദിവസങ്ങളില്ല അഹബ്ബ ഇലല്ലാഹി മിൻ ആദിൽ അയ്യാം, ഈ ദിവസത്തേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുദിനങ്ങളാണ് ഈ കടന്നു പോകുന്ന ദിവസങ്ങൾ കേട്ടോ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഫഅക്സിറു ഫീഹിന്ന, അതിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം. മിന തസ്ബീഹ്, തസ്ബീഹുകൾ സുബ്ഹാനല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കാം. വത്തക്ബീർ, തക്ബീറുകൾ വർദ്ധിപ്പിക്കാം. വത്തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കാം. വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. ഇനിയുള്ള ദിവസങ്ങളെ പള്ളിയിൽ നിന്ന് വന്ന് ഖുർആൻ ഇരുന്ന് നിങ്ങൾ ഓതിയില്ലേ റമളാനൊക്കെ? അതേമാതിരി ഖുർആൻ തിലാവത്തുൽ ഖുർആൻ വർദ്ധിപ്പിക്കുക കേട്ടോ. ഇതൊന്നും ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ദുൽഹിജ്ജ സാധാരണഗതിയിൽ കൽബിൽ തന്നെ ഇസ്ലാമിൻ്റെ ഈമാൻ്റെ പ്രഭ നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് സുന്നത്തുകളെ സജീവമാക്കി, അതുപോലെ തന്നെ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ എത്താൻ കഴിയുന്നവരെല്ലാം കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുകയും സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബുകളായ സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും, ഇതൊക്കെ ഈ ദിവസത്തിൻ്റെ നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കുന്ന ദിവസത്തേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഇതിന് വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ പ്രതിഫലവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം എന്ന് മാത്രമല്ല, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ അബ്ദൻ, അല്ലാഹു തആല ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ടാൽ ഇസ്തഅമലഹു ബി ഫവാലിൽ അഅ്മാൽ ഫിൽ ഔഖാത്ത്, ശ്രേഷ്ഠകരമായ സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ, ദിവസങ്ങളിൽ ശ്രേഷ്ഠകരമായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യാൻ അയാൾക്ക് സാധിക്കും. ശ്രേഷ്ഠ ദിവസങ്ങളിലെ നന്മകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ കഴിയും. ഇഷ്ടപ്പെട്ടില്ലല്ലോ അലസത വരും. അപ്പം അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടാനും അതുവഴി നമുക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും അതുവഴി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാനും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഈ ദുനിയാവിൽ അള്ളാഹ് സൃഷ്ടിച്ച പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ് കേട്ടോ. ഏറ്റവും ശ്രേഷ്ഠമായ പകല്. അപ്പോൾ ലൈലത്തുൽ ഖദ്റോ, അത് ലൈലത്താണ് കേട്ടോ, രാത്രിയാണ്. രാത്രിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ലൈലത്തുൽ ഖദ്റാണ്. പകലിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസമാണ്. അപ്പം അതുകൊണ്ട് എന്ത് വേണം? ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, എല്ലാ സൽക്കർമ്മങ്ങളും. ഇപ്പോൾ മാതാപിതാക്കളെ സമീപിക്കുക, കുടുംബങ്ങളെ സമീപിക്കുക, പരസ്പരം തെറ്റി നിൽക്കുന്നവരെ പോയി കാണുക, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സൽക്കർമ്മങ്ങളാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന മനോഹരമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഒക്കെ സുജൂദിൽ കിടന്നിട്ട് ഒരു ഖുർആന്റെ ഒരു ഖത്തം തീർക്കും. സുജൂദിൽ കിടന്നിട്ട് മനസ്സിലായ? ഖുർആൻ ഒരു പ്രാവശ്യം പൂർത്തീകരിച്ച് ഓതുക, ഒരു ദിവസത്തിൽ ഖുർആൻ പൂർണ്ണമായി ഓതി തീർത്ത സഹാബികളുണ്ട്. ഏറ്റവും ചുരുക്കം കണ്ണെടുക്കാതെ നോക്കിയാൽ തന്നെ എത്ര ഓതാൻ കഴിയും?
30 ജുസ് ഖുർആനെ. അത് എത്രമാത്രം അമൽ സാലിയാത്തുകൾ നേടണമെന്നുള്ള ആഗ്രഹിച്ചവരാണ് അവർ. അപ്പം അതുകൊണ്ട് ആ നിലക്ക് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ, പലരും സ്വന്തം മാതാപിതാക്കളുമായിട്ടൊക്കെ ഇടയ്ക്ക് വളരെ പ്രയാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഉമ്മനോടും ബാപ്പനോടും പിണങ്ങി നടക്കുന്ന, എന്തോ കാരണങ്ങൾ ഉണ്ടാവാം. കാരണങ്ങൾ എന്തെന്നുള്ളതല്ല. അത്തരം ആളുകളെല്ലാം ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഈ നാളെ മുതലുള്ള 10 ദിവസങ്ങളിൽ അത്തരം തിന്മകളെല്ലാം ഒഴിവാക്കി ബന്ധങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുക. കാരണം കാത്യു റഹ്മിൻ ലാ യദ്ഖുൽ ജന്ന, രക്തബന്ധം മുറിക്കുന്നവർക്ക് സ്വർഗം കിട്ടൂല. ഇതൊക്കെ എപ്പോഴാണ് മരിക്കാന്നറിയില്ലല്ലോ അല്ലേ? എത്ര ആളുകളാണ് അപ്പോൾ മരിച്ചു പിരിഞ്ഞത് അല്ലേ? പണ്ഡിതന്മാർ പോയി പലരും അല്ലേ? ഉമറാക്കളും ഉലമാക്കളും സാധാരണക്കാരും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഒരുപാട് യാത്രയായി അല്ലേ? അള്ളാഹു സുബ്ഹാനഹു തആല യാത്ര പോയ മുഴുവൻ ആളുകൾക്കും അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗപ്പൂങ്കാവനമാക്കി തീർക്കുമാറാകട്ടെ. നമ്മൾ യാത്ര പറയുമ്പോൾ നമുക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കാൻ അള്ളാഹു പിൻഗാമികളെ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾ തന്നെ ആയിരിക്കണം നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്ലേ? ഇപ്പം ശരിക്കും പറഞ്ഞാൽ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കാൻ അറിയുന്ന മക്കൾ പോലും ഇല്ലാതെയായ കാലമാണ്. ഒരുപാട് അറിവുകൾ രാവും പകലും വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും മനുഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വർധനവ്, അറിവിൻ്റെ വർധനവ് മനുഷ്യനെ നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ അറിവിനോടും പുച്ഛായി മാറി അല്ലേ? ഏതറിവും കേൾക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ട് ഇപ്പം എല്ലാവരുടെയും ഉസ്താദ് യൂട്യൂബാണ് അല്ലെങ്കിൽ ഗൂഗിളാണ്. ഉസ്താദ് ഇപ്പം അതാണ്. അങ്ങനെ ഏത് വിഷയത്തിനും ഫത്വ തേടുകയാണ്. അത് സാധാരണഗതിയിൽ ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന പല കാര്യങ്ങൾക്കും എതിരിലുള്ള പല യൂട്യൂബിലുള്ള പല ചർച്ചകളും നിങ്ങൾ കാണും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ, അവർക്ക് ഉലുഹ്യത്തറക്കാം, ഉലുഹ്യത്തറക്കുകയും ചെയ്യാം. അവരും ഇതുപോലെ തന്നെ എന്ത് വേണം, നിയ്യത്ത് വെച്ചാൽ, ഇപ്പോൾ ഒരു ഗൃഹനാഥൻ അറുക്കുകയാണ് ഒരാടിനെ കുടുംബത്തിന് വേണ്ടി, എങ്കിൽ ആ ഗൃഹനാഥൻ മാത്രം മുടി മുറിക്കാതിരുന്നാൽ മതി, നഖം മുറിക്കാതിരുന്നാൽ മതി. മനസ്സിലായി? അതൊക്കെ ചെയ്യേണ്ട ബാധ്യത അയാൾക്കാണ്. പക്ഷെ അവിടെയുള്ള കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ ബാധ്യത ഇല്ല. അതുപോലെ സഹോദരിമാർ, അവരാണ് ഗൃഹനാഥയായിട്ട് ഈ ബലികർമ്മം നിർവഹിക്കുന്നെങ്കിൽ അവരും അവരുടെ രോമങ്ങളൊന്നും നീക്കാതിരിക്കൽ സുന്നത്താണ്. അല്ലാതെ സ്ത്രീകൾക്ക് ഉലുഹ്യത്ത് അറുക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാമിൽ നിയമമില്ല കേട്ടോ. ഇസ്ലാമിൽ അറുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കണമെങ്കിൽ, അതാണ് ഇമാം ഗസാലി പറഞ്ഞത്, ഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ അബ്ദൻ, ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ഇസ്തഅമലഹു ബി ഫവാഇൽ അഅ്മാലി ഫിൽ ഔഖാത്ത്, അള്ളാഹു ശ്രേഷ്ഠകരമായി നിശ്ചയിച്ച ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു ആ മനുഷ്യർക്ക് കൊടുക്കും. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും നന്മകൾ വാരിക്കൂട്ടാൻ പറ്റാവുന്ന എല്ലാ നന്മകളും ശ്രദ്ധിക്കുക. സുന്നത്ത് നമസ്കാരങ്ങളിൽ, റവാത്തിബുകളായ സുന്നത്ത് നമസ്കാരങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നേരം ഇല്ല എങ്കിൽ സുന്നത്ത് നമസ്കാരം ഒഴിവാക്കിയാലും ആ സുന്നത്ത് നമസ്കാരം പിന്നീട് നിർവഹിക്കാം കേട്ടോ. അങ്ങനെ ഈ ഇബാദത്തുകളോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും, അതുപോലെ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അള്ളാഹിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. അതുപോലെ മാതാപിതാക്കളോട് നിങ്ങൾ വെറുപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരോട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ള പറഞ്ഞെന്താ, അർബഅത്തുൻ ഹഖ്കുൻ അലല്ലാഹ് അല്ലാ യുദ്ഖിലഹുമുൽ ജന്ന, 4 വിഭാഗം ആളുകൾ അള്ളാഹു സ്വർഗ്ഗത്ത് കയറ്റൂല. ഒന്ന് മുദ്മിനുൽ ഖംർ, മരണം വരെ മദ്യപിച്ചവൻ. ഒരു പ്രാവശ്യം മദ്യപിച്ചവനല്ല, ഒരു പ്രാവശ്യം മദ്യപിച്ചു പോയി ദുർബല നിമിഷങ്ങളിൽ. ഇപ്പം ചെറുപ്പക്കാരൊക്കെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കുടിച്ചോക്കടാ എന്ന് കുടിക്കുന്നവരുണ്ടാവും. പ്രത്യേകിച്ച് ചെറിയൊരുനാളിനേക്കാൾ കൂടി വലിയൊരുനാളിനുണ്ടാകുക, കാരണം ഇറച്ചി ഉണ്ടാവും. അപ്പം ഒരു പ്രാവശ്യം കുടിച്ചുപോയി എങ്കിൽ എന്താ ഉണ്ടാകുക, 40 ദിവസത്തേക്ക് നിസ്കാരം സ്വീകരിക്കൂല അവൻ്റെ. ഒരു ദിവസം നിസ്കാരം നമുക്ക് കിട്ടുമല്ലോ എന്നറിയില്ല, ഒരു നേരത്തെ വക്ത് നമുക്ക് കിട്ടുമല്ലോ അറിയില്ല. 40 വക്ത് നമസ്കാരം അള്ളാഹ് സ്വീകരിക്കൂല കേട്ടോ. എന്നാൽ മരണം വരെ മദ്യപാനിയായി മരിച്ചാൽ അയാൾ അള്ളാഹു സ്വർഗ്ഗത്ത് കയറ്റൂല. അതാണ് അർബഅത്തുൻ ലാ യദ്ഖുലുൽ ജന്ന, 4 വിഭാഗം ആളുകളെ സ്വർഗ്ഗത്ത് കയറ്റൂല.
ഒന്ന് മുതുമിനുൽ ഖംർ, രണ്ടാമത്തെ ആൾ വൽ ആഖുലി വാൽദൈഹി, മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ, ആണായാലും പെണ്ണായാലും. മാതാപിതാക്കളെ വേദനിപ്പിച്ചവരുടെ അവരുടെ സൽക്കർമ്മങ്ങളൊന്നും ഇപ്പം നിങ്ങളോട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്ര നേരം പറഞ്ഞെന്താ, ദുൽഹിജ്ജ ദിനരാത്രങ്ങളിൽ നാം നിർവഹിക്കേണ്ട സൽക്കർമ്മങ്ങളാണ്. അതിന് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം മഹത്തരമാണ്. അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന നന്മകൾ ചെയ്ത എനിക്ക് അതെല്ലാം ഇല്ലാതെയാക്കുന്ന ഒരു കാര്യത്തിൽപ്പെട്ടാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കുക. മാതാപിതാക്കളെ വേദനിപ്പിച്ച് ചിലപ്പോൾ ചില ആൾക്കാർ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഭാര്യ പറഞ്ഞിട്ടാവും, അല്ലെങ്കിൽ ഭാര്യയുടെ സംതൃപ്തിക്ക് വേണ്ടിയായിരിക്കും ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റിക്കാൻ കാരണം ഉണ്ടായിരുന്നു. മിക്കവാറും ഇപ്പം ഒരു 90% പുരുഷന്മാർക്കും ഭാര്യയേക്കാൾ സ്നേഹം ഒരിക്കലും ഉമ്മാനോടുണ്ടാവില്ല, ഉമ്മാനോടും ബാപ്പാനോടുണ്ടാവില്ല. കുട്ടിക്കാലത്തുണ്ടാവാം, അത് കഴിഞ്ഞാൽ പിന്നെ ഓനക്ക് ഓൻ്റെ ഭാര്യനോടുണ്ടാവില്ല അല്ലേ, ഒരു 90%. അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത് മൻ ഫല്ലല സൗജത്തുഹു അലാ ഉമ്മിഹി, മാതാപിതാക്കളെക്കാൾ പ്രാധാന്യം സ്വന്തം ഭാര്യയ്ക്ക് നൽകിയാൽ അവൻ അള്ളാഹു ശപിച്ചിട്ടുണ്ട്, അള്ളാഹിൻ്റെ ശാപത്തിന് വിധേയാണ്. ഇനി എന്താ കേൾക്കേണ്ടത്? അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഇപ്പോൾ ഈ ദുൽഹിജ്ജ നാളുകളിലെ 10 ദിവസം കൊണ്ട് അതൊക്കെ മൈനസ്സാവുന്നു. അത് മൈനസ്സാവില്ല, സ്വർഗ്ഗത്ത് കയറ്റൂല എന്ന് വേറെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ മദ്യപാനിയായ ആള്, അതുപോലെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ആളൊന്നും എന്തില്ല. പിന്നെ അക്കുൽ മാൽ യത്തീം, അനാഥകളുടെ മുതൽ തിന്നോല്. ചിലവരെ ബാപ്പ മരിച്ചാലേ എളാപ്പാരൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഏട്ടൻ്റെ മക്കളെ മുതലൊക്കെ കൈകാര്യം ചെയ്യുക. അതിൽ നിന്നൊരു പൈസ തിന്നാൽ സ്വർഗ്ഗത്ത് കയറാൻ കഴിയില്ല കേട്ടോ. മയ്യത്ത് പോകുമ്പോൾ തന്നെ മനസ്സിലാവും. മയ്യത്ത് കൊണ്ടുപോകും, മയ്യത്തൊരിക്കലും നേരക്ക് കിടക്കൂല, മയ്യത്ത് ഇങ്ങനെ ഇളകും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മയ്യത്ത് കഫൻ ചെയ്ത് കെടുത്തിയാൽ നിൽക്കൂല, അതിങ്ങനെ കിടന്നിട്ട് പൊളയും. മനസ്സിലായി? കാരണം എന്താ, മറ്റുള്ളവരുടെ ധനം അത് തിന്നോൻ വലിയ ഇടങ്ങറിലാണ് പോയി പെടുക. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. അപ്പം അനാഥകളുടെ മുതൽ തിന്നുക, മദ്യപിച്ച ആളുകളെ സ്വർഗ്ഗത്ത് കയറ്റൂല, മാതാപിതാക്കളെ, പിന്നെ അക്കിലു മാലു റിബ, പലിശ മുതൽ തിന്നുന്നവർ ഓലും കയറ്റൂല. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ കുറേ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് കാര്യമില്ല. ഈ പള്ളിയിലിരിക്കുന്ന ഒരു 90% ആളുകൾക്ക് വണ്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 50% ആളുകളും ബാങ്ക് ലോണാണ്. കച്ചവടക്കാരും അങ്ങനെ തന്നെ അല്ലേ. പലിശയുമായി ബന്ധപ്പെടുന്ന ആൾക്ക് സ്വർഗ്ഗത്ത് കയറാൻ കഴിയില്ല. ഇതൊന്നും നമുക്ക് അറിയായിട്ടല്ല, ഇത് ഹറാമാണെന്ന് മാത്രമേ അറിയുള്ളൂ. സ്വർഗ്ഗത്ത് കയറ്റൂല എന്ന് നിങ്ങൾ അറിഞ്ഞില്ല, സ്വർഗ്ഗത്ത് കയറ്റൂല കേട്ടോ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മളൊക്കെ പോകാനായില്ലേ, ഇനി അധികം ദിവസങ്ങളോ മിനിറ്റുകളോ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരൊറ്റ തലകറക്കം മതി, വീണു. അപ്പം എന്തു പറയും, ഡോക്ടർ പരിശോധിച്ച് പ്രഷർ ഡൗൺ ആയതാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതോടുകൂടി പ്രഷർ ഡൗൺ ആയി, അതോടുകൂടി സ്ട്രോക്കും വന്നു, അതിൻ്റെ കൂടെ അറ്റാക്കും. കാരണം മാത്രം മരണത്തിൻ്റെ അല്ലേ. അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക. കുറേ സൽക്കർമ്മങ്ങളുമായിട്ട് വൽ തൻലുർ നഫ്സുൻ മാ ഖദ്ദമത്തിൽ യഗദിൻ, നാളേക്ക് വേണ്ടി എൻ്റെ മയ്യത്ത് പോകുമ്പോൾ ഞാൻ എന്തൊരുക്കിയിരിക്കുന്നു. അള്ളാഹു ഇത്തരം സന്ദർഭങ്ങൾ ഒരുപാട് നൽകിയിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ മരിച്ചതാണല്ലോ എന്ന് സങ്കടം പേറാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഭയങ്കര സങ്കടമാവും. കാരണം നമുക്കറിയാം, മുൻഗാമികളായ സമൂഹത്തിൽ അള്ളാഹു ആയുർദൈർഘ്യം കൊടുത്ത്, ഇപ്പം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം പ്രബോധനം തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏകദേശം 1000 വർഷത്തോളായിരുന്നു ആയുസ്. ഇസ്രായേലിയർക്കൊക്കെ കൊടുത്ത ആയുസോ 5000 മുതൽ ഇങ്ങനെ വന്നതാ. നമ്മളെ ആയുസ് എത്ര? അഹ്മാർ ഉമ്മത്തി മാബൈന സിത്തീന ഓ സുബീൻ. നബി പറയാണ് 60 70 ആണ് അല്ലേ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുർദൈർഘ്യം. ആയുർദൈർഘ്യം എത്ര? 60 70. ഇപ്പം ഏകദേശം 60 70 നമ്മൾ തായിക്കുന്നു അല്ലേ. അപ്പോൾ പോകാനായി 60 70 ആകാൻ സമയമുണ്ടോ? അതുമില്ല, എല്ലാം കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് നല്ല സന്ദർഭങ്ങൾ അള്ളാഹു തന്നതിനാ. അവരുടെ മുൻഗാമികളായ ആളുകൾക്ക് ആയുർദൈർഘ്യം കൂടുതലായിരുന്നു, മുസ്ലിം ഉമ്മത്തിന് ആയുർദൈർഘ്യം ഇല്ല. അതുകൊണ്ട് ഓരോ അഅ്മാലുകൾക്കും ഇപ്പം ലൈലത്തുൽ ഖദർ മാത്രം കിട്ടിയാൽ 83 വർഷത്തെ ഇബാദത്തുകളുടെ പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചല്ലേ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ ഒരു സമൂഹത്തിനും കൊടുത്തില്ല. വെള്ളിയാഴ്ച ജുമാക്ക് പങ്കെടുത്താൽ കിട്ടുന്ന പ്രതിഫലം ഒരു സമൂഹത്തിനും വേറെ കൊടുത്തില്ല. 5 വക്ത് നമസ്കാരം നിർവഹിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലം ഒരു സമൂഹത്തിനും അള്ളാഹു കൊടുത്തില്ല, മുസ്ലിം ഉമ്മത്തിനാണ്. കാരണം അവരുടെ ആയുർദൈർഘ്യം കുറവാണ് അല്ലേ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒലുണ്ടാക്കി ഇങ്ങോട്ട് വരികയാണ്, പള്ളിയിലേക്ക് ഒലുണ്ടാക്കി കയറിയപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത്ത് തവ്വാബീൻ വജ്അൽനി മിനൽ മുത്തത്തഹിരീൻ എന്ന പ്രാർത്ഥനയോടുകൂടി 5 വക്ത് പള്ളിയിലേക്ക് നിങ്ങൾ കയറി ഒന്നുണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ച് കയറിയാൽ അതിന് പകരം എന്താ? സ്വർഗം. അതിന് പ്രതിഫലം ഉണ്ടോ? അത്ര പ്രതിഫലം നിശ്ചയിച്ചിട്ടും ആ പ്രതിഫലങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെയാണ് മരിക്കുന്നതെങ്കിൽ 5 വക്ത് നിങ്ങൾ ഒന്നുണ്ടാക്കാണ്ടക്കില്ലല്ലോ. ഉണ്ടോ? ഒന്നുണ്ടാക്കുന്നുണ്ട്, പക്ഷേ എന്തില്ല? ദിക്റില്ല. ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ചിലർക്കൊന്നും ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ കയറാൻ നേരമില്ല, പാഞ്ഞ് കയറുകയാണ്. അത് മാത്രമല്ല, ഇവിടെ ജമാഅത്ത് എടുക്കുകയാണെങ്കിലോ എങ്ങനെയെങ്കിലും പാഞ്ഞ് കയറിയിട്ട് ഇമാമിനെ പിടിക്കണം. ഇമാമിനെ പിടിച്ചാൽ അല്ല ഞാൻ എന്തുണ്ടാവും? ഇമാമിനെ പിടിച്ചില്ലെങ്കിൽ അയാൾ സലാം വീട്ടിയാൽ ഒറ്റക്ക് സ്കരിക്കണം. ജമാഅത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടിട്ടൊന്നല്ല പായുന്നത്, അങ്ങനെ ഓടരുതെന്നാ അല്ലേ? ഇസ്ലാമിൻ്റെ നിയമം എന്താ? ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് ഓടാൻ പാടില്ല അല്ലേ? സൈലന്റ് ആയിട്ടും സമാധാനപരമായിട്ട് പള്ളിയിൽ കയറാൻ പാടില്ല. അത് ഒന്നുണ്ടാക്കിയിട്ട് വരുന്നതോടുകൂടി നമുക്ക് പ്രതിഫലം അള്ളാഹു സ്വർഗ്ഗാണ്. ഒരു ഒന്നുണ്ടാക്കിയിട്ട് ഒരൊറ്റ ദുആ ചെയ്ത മുസ്ലിമിന് അള്ളാഹു സ്വർഗ്ഗ വാഗ്ദാനം ചെയ്തത് അല്ലേ? അതും 8 സ്വർഗങ്ങളിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാണ് അല്ലേ? അയ്യോ മാഷ, നിങ്ങൾ ഏതാണോ ഉദ്ദേശിക്കുന്നത് അതിൽ കയറാനാണ്. 8 സ്വർഗങ്ങളിലെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കയറാൻ പറ്റും. എന്തിന്? ഈ ഒരൊറ്റ ദിക്റിന്. ഇങ്ങനൊരു അജ്റ് ഓഫർ ചെയ്തൊരു സമൂഹം വേറില്ല. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഓഫർ നമുക്ക് കിട്ടിയത് അറിയോ? നമ്മളുടെ ആയുർദൈർഘ്യം കുറവാണ്, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് കിട്ടിയ ആയുർദൈർഘ്യം ഇതുപോലെയുള്ള നല്ല നല്ല സന്ദർഭങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അഅ്മാലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രതിഫലം ഏറെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 10 ദിനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മകൾ വർദ്ധിപ്പിക്കുക. അതിലൊരു നന്മയാണ് ഞാൻ പറഞ്ഞതുപോലെ യൗമ അറഫ ദിവസത്തെ നോമ്പ്. അതിൻ്റെ പ്രതിഫലം മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുതഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി യൗമ അറഫ. യൗമ അറഫ ദിവസത്തിലെ, അതായത് ദുൽഹിജ്ജ 9ാമത്തെ ദിവസത്തിൽ നോമ്പിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹ് പറയാണ്, അൻ യുതഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി, നരകത്തിൽ നിന്ന് യൗമ അറഫ ദിവസം അള്ളാഹു നരകത്തിൽ നിന്ന് മനുഷ്യന്മാരെ മോചിപ്പിക്കുന്നത് പോലെ മറ്റൊരു ദിവസവും മോചിപ്പിക്കുന്നില്ല. അറഫ ദിവസം നോമ്പുകാരനായിട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ അതിലും വലിയൊരു ഭാഗ്യമില്ല അല്ലേ? ഇനിയോ ആ ദിവസം നമ്മൾ പോകണമെന്നില്ല. ഈ ദിവസം അള്ളാഹു മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നരകത്തിൽ ചെന്ന് പെട്ടു. അതിന് കാരണം ഉണ്ടാവും. ഖൈറും ഷെറും ഉണ്ടല്ലോ. ഇപ്പം ഖൈറും ഷെറും അനുഭവിക്കുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. നിങ്ങൾ ചോദിക്കേണ്ട മഹ്ശറ വന്ന് ഹിസാബിന് ശേഷമാണ്. മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ സ്വർഗസ്ഥനാണെങ്കിൽ സ്വർഗത്തിൻ്റെ സൗകര്യം ഖബറിൽ ആസ്വദിക്കും. അതല്ലേ നമ്മളിപ്പോൾ നേരത്തെ ദ്വാരുന്നത്, അള്ളാഹുവെ ഇവരുടെ എല്ലാം ഖബറുകളെ നീ സ്വർഗപ്പൂങ്കാവനമാക്കണേ. എൻ്റെ അർത്ഥം എന്താ? ശിക്ഷ ലഭിക്കുന്നുണ്ട്, രക്ഷയും ലഭിക്കും. ഒരു പ്രത്യേക കാറ്റ് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകേണ്ട ഖബറിലേക്ക് വരും. നരകത്തിൽ നിന്നുള്ള പ്രത്യേകതരം അതിശക്തമായ കാറ്റ്, ചൂടുള്ള കാറ്റ് നരകത്തിലേക്ക് വരും, ഈ ഖബറിൻ്റെ അകത്തേക്ക്. അപ്പം അവിടെ രക്ഷപ്പെടാൻ അള്ളാഹു നരകത്തിൽ നിന്ന് വിധേയരായ ആളുകളെ മോചിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ് യൗമ അറഫ കേട്ടോ. ഇനിയോ സിയാമു യൗമ അറഫ. അറഫ ദിവസത്തിൽ നോമ്പിൻ്റെ പ്രത്യേകത, അഹ്തസിബു അലല്ലാഹി അൻ യുക്കഫിറ സനത്തല്ലത്തി ഖബ്ലഹ. ഒരു വർഷം, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു വർഷം മുമ്പുള്ള, നമ്മുടെ ജീവിതത്തിൽ ഈ വർഷത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പിന് കാരണമാവും. അപ്പം അത്രമാത്രം ആത്മാർത്ഥമായിരിക്കണം ആ നോമ്പ്. അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത്? ദിക്റുകൾ വർദ്ധിപ്പിക്കുക, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ, പ്രാർത്ഥനകളില്ലേ. നമുക്ക് ദിക്റ് നമ്മൾ എത്ര ചെയ്യാറില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് നമ്മൾ വെറുതെക്കും പറഞ്ഞൂടെ? ഈ 10 ദിവസം നമ്മളും നമ്മളുടെ കൽബും ദിക്റുകളുമായും ഔറാദുകളുമായും ദുആകളുമായും ബന്ധിപ്പിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ബലിപെരുന്നാളിൻ്റെ ഒക്കെ ദിവസം ഉണ്ടല്ലോ, ആ തക്ബീർ എന്നുമ്പോൾ ഉണ്ടാകുന്നൊരു ഈമാൻ ഉണ്ട്.
അത് വല്ലാത്തതാണ്. അത് നമ്മളുടെ കൽബിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും വലിയ പ്രകാശം നൽകും. അതുകൊണ്ട് അറഫാ ദിവസത്തിലെ നോമ്പിൻ്റെ പ്രത്യേകത നബി പറയുകയാണ്, അഹ്തസിബു അലല്ലാ, അള്ളാഹുവിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അൻ യുക്കഫിറ സനത്തല്ലത്തി കബല, അത് ഒരു വർഷം മുമ്പുള്ള പാപങ്ങൾ പൊറുക്കും, സനത്തല്ലത്തി ബഅദഹ, അത് ഇനി ശേഷം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ പാപങ്ങളും പൊറുക്കും. അങ്ങനെ ശേഷമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മുമ്പുള്ളൊരു കൊല്ലത്തെ പാപവും ശേഷം വരാനിരിക്കുന്ന ചെറിയ പാപങ്ങളും അള്ളാഹു പൊറുക്കും. ഒരൊറ്റ നോമ്പേ. അത്രമാത്രം ഖൈർ അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് കൊടുത്തിരിക്കുകയാണ്. അതിനെന്ത് വേണം? തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, വന്നുപോയ പാപങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് തൗബ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, മാതാപിതാക്കളെ നമ്മൾ വേദനിപ്പിച്ചാൽ അള്ളാഹു റസൂൽ പറഞ്ഞത് ഫർളു സ്വീകരിക്കില്ല, സുന്നത്തു സ്വീകരിക്കുക കേട്ടോ. അള്ളാഹു ശപിക്കുക എന്ന് പറയുന്ന അർത്ഥതാണ്. നമ്മളെ ഫർളു സ്വീകരിക്കില്ല, സുന്നത്തു സ്വീകരിക്കില്ല. എന്തായാലും മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ. എന്നാൽ ഇനി ഭാര്യനെ വേദനിപ്പിച്ചാലോ? അതും അങ്ങനെ തന്നെ കേട്ടോ. ഭാര്യമാരെ വേദനിപ്പിക്കാൻ പാടില്ല, സങ്കടപ്പെടുത്താൻ പാടില്ല. ഭാര്യമാരെ സങ്കടപ്പെടുന്ന ഭർത്താക്കന്മാരെ നിന്യന്മാരായിട്ടാണ് റസൂൽ പറഞ്ഞത്. നിന്യന്മാർ കിടക്കുന്ന നരകത്തിലവളുണ്ടാകുക. ഭാര്യമാരെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ദ്രോഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവളെ അവഹേളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവൾക്കൊരു മനസ്സാക്ഷി ഉണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാർ ചിന്തിക്കുക, അറഫ നോമ്പല്ല, ഹജ്ജിനല്ല, ഉംറക്കല്ല, ഒരമലിട്ടൊരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ എന്താ വിചാരിച്ചത്? സാധാരണഗതിയിൽ ഒരു പ്രത്യേക പ്രായത്തിൽ നമുക്ക് ദേഷ്യം പിടിക്കൂല്ലേ ഭാര്യമാരോട്? കാരണം എന്താ? ഭാര്യമാരോട് ദേഷ്യം പിടിക്കാണ്ടൊക്കെ കഴിയൂല, കാരണം അവരുടെ സ്വഭാവത. അത് അള്ളാഹു പറഞ്ഞെങ്ങനെയാ? നിങ്ങൾ ഓതാറില്ലേ? എങ്ങനെയാ അള്ളാഹ് പറഞ്ഞത്? വല്ലൈലിതാ യഗ്ഷ വന്നഹാരിതാ തജല്ല, അല്ലേ? എൻ്റെ അർത്ഥം എന്താ? വല്ലൈലി, രാത്രി തന്നെയാണ് സത്യം, ഇതാ തജല്ല, അത് മൂടി വരും, അതാണ് പെണ്ണ്. വന്നഹാരി തന്നെ, പകൽ തന്നെയാണ് സത്യം, ഇതാ തജല്ല, അത് തെളിഞ്ഞു വരും, അതാണ് പുരുഷൻ. ഇത് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞാൽ ഈ രണ്ട് സത്യം ചെയ്ത് പറയാം. വമാ ഖലഖ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചു തന്നെയാണ് സത്യം. അത് ഈ വ്യത്യാസത്തിലാണ് സൃഷ്ടിച്ചത്, പകലിൻ്റെയും രാവിൻ്റെയും. പകലിൻ്റെ ധർമ്മം എന്താ? പകലിൻ്റെ ധർമ്മം എല്ലാം കാണിക്കുകയും എല്ലാം അനുഭവിക്കുകയും ചെയ്യുക. രാത്രിയുടെ ശാന്തഭാവം, അല്ലേ? ഒരു പെണ്ണെപ്പോഴും ശാന്തഭാവമായിരിക്കണം. എന്നാലോ പുരുഷനോ പകലിൻ്റെ ധർമ്മം നിർവഹിക്കണം. ചില പുരുഷന്മാർ രാത്രിയുടെ ധർമ്മവും ചില സ്ത്രീകൾ പകലിൻ്റെ ധർമ്മവും നിർവഹിക്കണമല്ല, അല്ലേ? രാത്രിയെപ്പോലെ ശാന്തമായിരിക്കണം വീട് ഭരിക്കുന്ന പെണ്ണ്. അപ്പം ഭർത്താവിന് ദേഷ്യം പിടിക്കേണ്ടി വരില്ല. പക്ഷേ ഇനി അനങ്ങിയ ദേഷ്യം പിടിക്കണമല്ലോ, അതൊരു ക്വാളിറ്റി ആയിട്ട്. അത് അവൻ പഠിക്കേണ്ടതുണ്ട്. അൽ ഗളബു യുഫ്സിദുൽ ഈമാൻ, ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈമാനിനെ തകർത്തെറിയും. അവനക്ക് ഈമാൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരാൾ ദേഷ്യം പിടിച്ച, ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ മരിക്കുന്ന സമയത്ത് പോലും ദേഷ്യം പിടിക്കുന്നുണ്ട്, അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണ ആ മാലം യുഗർഗർ എന്ന് പറയില്ല, ഗർ എന്ന ശബ്ദം, മർമ്മര ശബ്ദം അന്നനാളത്തുനിന്ന് പുറത്തേക്ക് തള്ളുമ്പോൾ ആ സമയത്ത് പോലും മുഖത്ത് ദേഷ്യം പിടിക്കുന്ന ആളുകളുണ്ട്. കാരണം എന്താ? ഓൻ്റെ ജീവിതം മുഴുവൻ ദേഷ്യം പിടിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഭാര്യമാരോട് ദേഷ്യം പിടിക്കരുത് കേട്ടോ. ഏറ്റവും മാന്യന്മാരായ ഭർത്താക്കന്മാരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അവർ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരുമായിരിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് ഭാര്യൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിനെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ഭാര്യമാരെ വെറുതെ വേദനിപ്പിക്കാൻ പാടില്ല. കാരണം എന്താ? അവർക്ക് കുറച്ച്, ഞാൻ പറഞ്ഞ ഈ ഒരു ചെറിയ വ്യത്യാസം റസൂലുള്ള പറഞ്ഞാൽ എന്താ അറിയോ? ഇത് വളഞ്ഞ വാരിയല്ലോണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഒരിക്കലും വളഞ്ഞ വാരിയൽ നിർത്താൻ പറ്റില്ല. മനുഷ്യൻ്റെ ആദം നബിയുടെ ബാക്കിലെ ഒരു വാരിയലിൽ ഊരിയിട്ട് പെണ്ണിനുണ്ടാക്കി എന്നല്ല പറഞ്ഞത്. അവളുടെ സ്വഭാവം അതാണ്, ഒരു വളവയിലുണ്ടാവും ഉണ്ടാവും. ആ ബെൻഡ് നിർത്താൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോവും, എന്ന് പറഞ്ഞാൽ തലാക്കായി പോവും. ഞാൻ പറയും പോലെ നീ നന്നായിക്കൊള്ളണം, ഇന്ന് നന്നാവണം, നടക്കൂല കേട്ടോ. പെണ്ണിന് പെണ്ണിൻ്റെതായ സൃഷ്ടി സ്വഭാവമുണ്ട്, അവളുടെ തബിയത്ത്, അവളുടെ പ്രകൃതത്തെ നിങ്ങൾ മാനിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, മാ അക്രമൻ നിസാ ഇല്ല കരീം, മാന്യന്മാരായ ഭർത്താക്കന്മാർ ഭാര്യമാരെ ആദരിക്കും. എങ്ങനെ ആദരിക്കൽ? അവളൊരാഗ്രഹം പറഞ്ഞാൽ ആ ആഗ്രഹങ്ങളെ, ആ ഇസ്ലാമിക വിരുദ്ധമല്ലെങ്കിൽ ആ ആഗ്രഹങ്ങളെ ചെയ്തു കൊടുക്കും, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ശരിയും തെറ്റും മോൾക്ക് ബോധ്യപ്പെടുത്തും, അല്ലേ? ചിലപ്പോൾ ബോധ്യപ്പെട്ടോളുന്നില്ല പെട്ടെന്ന്, അപ്പം നമുക്ക് ദേഷ്യം വരും. അതാണ് ദേഷ്യം വരും എന്ന് പറയാൻ കാരണം. പക്ഷെ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക,
അൽ ഗളബ് യുഫ്സിദുൽ ഈമാൻ, എൻ്റെ ഈമാനെ തകർത്തെറിയും. അപ്പം ഈമാനെ തകർത്തെറിയാതെ വ്യക്തികളെ കൂടെ ജീവിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഏറ്റവും നല്ല ഭർത്താക്കന്മാർക്ക് സ്വർഗം അല്ലാഹു ഓഫർ ചെയ്ത്. അപ്പം ഇവിടൊക്കെ തെറ്റുകൾ വരാം. ഒരു നന്മകൾ വർദ്ധിപ്പിക്കാൻ, തിന്മകൾ ഇല്ലാതെയാക്കാൻ പറ്റാവുന്ന സുദിനങ്ങളായി ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുക. പ്രതിഫലം ഏറെ ലഭിക്കുന്ന ഈ 10 ദിനങ്ങൾ പരമാവധി ഖുർആനോദിയും ദിക്റുകൾ ചെയ്തും പ്രാർത്ഥനകൾ നടത്തിയും നന്മകൾ വർദ്ധിപ്പിച്ചും എല്ലാവരോടുമുള്ള പെരുമാറ്റങ്ങൾ ഒക്കെ നമ്മൾ മുമ്പ് റമളാനിന് ചെയ്തതുപോലെ തന്നെ കേട്ടോ. സാധാരണ റമളാൻ കഴിഞ്ഞാൽ ഈ മാസമൊക്കെ വരുമ്പോഴേക്കും ആളുകൾ ഒരു അലസരായി മാറും അല്ലേ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് എന്തുണ്ട്, അല്ലാഹുമ്മ അഊദു ബിക മിനൽ കസൽ, പടച്ചോനെ മടി വന്നു പോകുന്നതിൽ ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. അള്ളാഹിനോട് അഭയം തേടിയുണ്ട് മടി വരാണ്ടൊക്കെ. ഒരു മടി വരുന്ന സമയം അത് ഇല്ലേ. ഇപ്പം പ്രത്യേകിച്ച് മഴ ചെയ്യാണ്. മഴ അങ്ങനെ പെയ്യുമ്പം വെള്ളിയാഴ്ച ജുമാക്ക് പോകാലോ, സമയമുണ്ടല്ലോ, പോകാം അല്ലേ, ഒരു മടി. അത് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. അതൊക്കെ കൊണ്ട് ഒഴിവായിട്ട് നിങ്ങളുടെ ഈ 10 ദിവസങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അല്ലാഹു അക്ബർ എന്നും സുബ്ഹാനല്ലാഹ് എന്നും അൽഹംദുലില്ലാഹ് എന്നൊക്കെയുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ഏറ്റവും നന്മയാർന്ന ഈ സുദിനങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഏറ്റവും നല്ല സലഫുകളുടെ മാതൃക അങ്ങനെയായിരുന്നു. അന്ന സലഫ് റളിയല്ലാഹു അൻഹും കാനു യുഅല്ലിമുന സലാസാശ്ര, 3-10 ദിനങ്ങളെ സലഫു സാലിഹുകളായ ആളുകൾ ബഹുമാനിച്ചിരുന്നു. അതേതൊക്കെ? റംസാനിലെ അവസാനത്തെ 10, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10, മുഹറം ആദ്യ 10. ഇങ്ങനെ 3 10കളെ സലഫുകളായ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും സഹാബാക്കളാണ്. അതുകൊണ്ട് ആ ദിവസങ്ങളൊക്കെ ആദരിച്ചുകൊണ്ട് വളരെ മനോഹരമായ നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മരിച്ചു പിരിയുമ്പോൾ ഈമാനോടുകൂടി വിട പറയാൻ സാധിക്കുന്ന മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും മുഖ്ബിത്തീങ്ങളും മുഹ്സിനീങ്ങളുമൊക്കെയായി യാത്രയാകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രായത്തിൻ്റെ അവശതകളും രോഗത്തിൻ്റെ അവശതകളും അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നിത്യജീവിതത്തിലെ അധ്വാനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന വിവാഹങ്ങളിൽ, നമ്മുടെ മക്കൾ പഠിക്കുന്ന പഠനങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ യാത്രകളും തിരിച്ചുവരവുകളും ഒക്കെ അള്ളാഹു തൃപ്തിപ്പെടുന്ന യാത്രകളായി അള്ളാഹു തീർക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ആരോഗ്യത്തോടു കൂടി ജീവിച്ച് ഈമാനോട് വിട പറയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.